എന്താ കുറച്ചു ദിവസമായിട്ട് നിന്നിവിടെ കാണാറുണ്ടല്ലോ. എന്താ പേര്? ബോബി. ഇവരുടെ ആരാ? എവിടെ നിന്റെ വീട്? നീ മാജിക്കാരനാ? ഒരു മാജിക് കാണിച്ചു തരുമോ? എന്തൊക്കെയാ അറിയേണ്ടത്? എന്നോട് ചോദിച്ചാ പോരെ? അല്ല, പുതിയതായിട്ട് ഒരാളെ കണ്ടപ്പോ ചോദിച്ചു പോയതാ. ഇത്രയ്ക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ എന്തു പറ്റി? ആരും ഇല്ല ഇവിടെ? ചേട്ടനും ചേച്ചി ഒരു കല്യാണത്തിന് പോയി. എവിടെയെങ്കിലും പോയി കാണുമെന്ന് എനിക്ക് തോന്നി. ആഹാ, അത് കൊള്ളാം. എന്നെ അടക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയി സൊള്ളാണല്ലേ. ആസാം വേറെ, ആസാമി വേറെ. ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത്? ഇവൻ എന്റെ പുതിയ വിരുന്നുകാരനാ. ഈ പേൻ നോക്കാനാണെങ്കിൽ കുരങ്ങനോട് പറഞ്ഞ പോരെ? അതെ, കേൾക്കുമ്പോ പറയണേല് വിഷമം തോന്നരുത്. പറയട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ. നിന്റെ അടുക്കള പണി എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് അടിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഈ ശവത്തിനോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ? സുഗുണ. അതെ, സുണകൻ തന്നെ. അല്ല കുട്ടിയെ, ഇവിടെ ഒരു കുരങ്ങുള്ളപ്പോ ഈ കുരങ്ങന്റെ ആവശ്യമുണ്ടോ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത്. ഒരു ജോലിയും ചെയ്യില്ല. സ്വന്തമായിട്ട് ഭക്ഷണം വെക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും കഴിയില്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എനിക്ക് ഏതായാലും 2 കുരങ്ങിനെ ഇവിടെ വേണ്ട. അപ്പൊ ആശാൻ പോവാൻ തീരുമാനിച്ചല്ലേ? അല്ല, നിന്നെ കുറിച്ചാ പറഞ്ഞത്. ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാ മതി. അങ്ങനെ പടിമപ്പണി ചെയ്ത് എനിക്ക് എന്നെ കിട്ടില്ല. ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്ന്? പൊക്കോ. എന്നെ പറഞ്ഞുകൂടാൻ മടിയില്ല. എന്നാലും ഈ ശവത്തിന് സഹായിക്കാൻ വിടരുത്. എനിക്ക് മനസ്സില്ല. വെട്ടി വിടുങ്ങില്ലേ 3 നേരം? കുറച്ച് കഷ്ടപ്പെടാൻ. അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ സൗകര്യമില്ല. എന്നാ നീ പൊക്കോ. ബൈ ബൈ. പേടിപ്പിക്കില്ല ബൈ. അത്യാവശ്യം നമ്പറൊക്കെ എനിക്കറിയാം. കണ്ട, നിന്നോടല്ലടാ പോവാൻ പറഞ്ഞത്. ഞാൻ പോയിക്കോളാം. നിങ്ങൾക്ക് ഈ അലപരാധിന് അയലത്തെ സുന്ദരന് മതിയല്ലോ. നോക്കിക്കോ, ഈ പോണേന് ഞാൻ അനുഭവിക്കും. സുഗുണേട്ടൻ ഒന്ന് തിരിച്ചു വിളിക്കോ പ്ലീസ്. എന്തിന്? 2 ദിവസം കഴിയുമ്പോ അവനെങ്കിൽ തിരിച്ചു വരും. ഞാനിത് എത്ര കണ്ടതാ. ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയേ പറ്റൂ. അല്ല, നീ ഇവിടെ നിൽക്കാനാണോ പരിപാടി? വാ. എങ്ങനെ ചേച്ചി, ആ പഴം പഴുത്തതാണോ? കണ്ടിട്ട് തോന്നുന്നു. പഴുത്താലേ ഞങ്ങൾ അതിന് പഴമെന്ന് പറയാറുള്ളൂ. ഇല്ലെങ്കിൽ ഏത്തൻ കായ എന്ന് പറയും. ഒരിക്കലും പഴുക്കാത്ത ഒരു കായുണ്ട്, തേങ്ങായി. തേങ്ങാപ്പഴം എന്ന് പറയരുത്. എത്ര പഴം വേണം? തൽക്കാലം 1 മതി. വേണ്ട, ഉരിയണ്ട, ഞാൻ ഇല്ല. നീ പോ. അസുഖാണെങ്കിൽ അവിടെ എങ്ങനെ ഇരുന്നാ പോരെ? നീ എന്നെ അസുഖക്കാരനാക്കാതടി, പോടി. എന്താണോ ചേച്ചി? ഗുഡ് മോർണിംഗ് സാർ. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇവിടെ സാർ, ഞാൻ മാജിക് മത്തായി. എന്തിനാ പാതിക്ക് വെച്ച് നിർത്തിക്കളഞ്ഞ്? മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയാറുന്നില്ലേ? സാർ എന്നെ രക്ഷിക്കണം. എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിൽ ഞാൻ തരാം. പക്ഷെ പണം തരണം. ഇവിടെ ഇവിടെ. എന്താ സാർ, വലിവാണോ? അല്ല, വലിച്ചോണ്ടിരിക്കുക. സാർ, ഞാനൊരു പാവ മാജിക്കാരനാണ്. ഒരു മാജിക് ഞാനിപ്പോ കാണിക്കാം. ഇത് 1 രൂപയാണ്. 1 രൂപയാണ്. 5 അല്ല, 10 അല്ല, മായമില്ല, മന്ത്രമില്ല. ഓം ക്രീം, ഐസ്ക്രീം ക്രീം. ഓം ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി. ഒരു നമ്പർ കേൾക്കുന്നില്ല. സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരുടെ കൂടെ ചേർക്കണം. സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ. സാർ എന്നെ സഹായിക്കണം. ഞാൻ കാല് പിടിക്കണം. നീ വീണ്ടും എന്നെ അസുഖക്കാരനാക്കരുത്. പോയി ക്ലാസ് വഴി. ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത്? പലരും പറഞ്ഞു. സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന്. അത് ശരിയാണ്. അല്ല, ഇതാരും സർക്കാരോ? ആരല്ലോടാ നീ എന്നോട് ആദ്യം പറഞ്ഞത്? സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കുകാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തിരുന്ന് മാജിക് കണ്ടു എന്ന് പറയായിരുന്നു. അല്ല, ശിഷ്യനെ കണ്ടില്ലല്ലോ. അവൻ പിടങ്ങി പോയി. അയ്യോ, ഇനിയിപ്പൊ പഴയതൊക്കെ എന്ത് ചെയ്യും? മാധവ, ഇവനൊരു ജോലി തേടി വന്നതാ. എനിക്കിവിടെ ആരെയും വേണ്ട. സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ? ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം. ചാരാതട അലമാരിയില്. പഴയ സാധനങ്ങൾ തിന്നാ ഒരുത്തം വേണ്ടേ? അതാ പറഞ്ഞത്. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നൂല. ഗ്ലാസ് ഞാൻ എന്നെ അന്വേഷിച്ച് പുറേ പോയി. അവിടെ ഇല്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത്. അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത്. ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ. പുതിയ അവതാരം ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല, മുമ്പുണ്ടായി കുറഞ്ഞ എത്തുകയോ? അല്ല, ഇക്ക പോയ കാര്യം എന്തായി? എല്ലാം ഹലാക്കായി. നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും. നമ്മൾ അറബിക്ക് അവിടെ കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്. ഈ ആന കാരണം നമ്മളെ വിസിം പോയി കിട്ടി. നമ്മളെ ബാപ്പക്ക് റാഹത്തായി. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ബാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ.
അതുകൊണ്ട് ഞമ്മളൊന്ന് തീരുമാനിച്ചു. ഒന്നുമില്ല, വിസ ശരിയാകുന്നത് വരെ എന്റെ ട്രൂപ്പിൽ നമ്മൾ തന്നെ മാനേജർ. സാധാരണയായി ഓഡിറ്റോറിയങ്ങളിൽ മാത്രം നടത്താറുള്ള മാജിക് ഷോ ഇതം പ്രഥമമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ ഈ തെരുവിൽ വെച്ച് ഞാൻ നടത്തുന്നു. കാലി കൽക്കത്ത വാലി, ബനാറസ് വാലി, മേരാ ഗുരു ചരൺ ദാസ് അലി വാലിയ കീ. ഇതൊരു മെഴുകുതിരിയാണ്. സംശയമുള്ളവർക്ക് നോക്കാം, പരിശോധിക്കാം. വരൂ വരൂ. ആ, ഈ മെഴുകുതിരി എന്റെ അസിസ്റ്റന്റ് ശ്രീ പൂഞ്ചിവാല കത്തിക്കുന്നതാണ്. ഇത് ഒരു കുഴലാണ്. ഇത് കുഴലാണെന്ന് നോക്കൂ. നോക്കൂ, കുഴലല്ലേ? ആ, കുഴലാണ്. നോക്കൂ, കുഴലല്ലേ? ആണ് ആണ്. ഇത് വരൂ അസിസ്റ്റന്റ്. ആരടി കുഴലല്ലേ? അതെ ആണ്. ജി തരൂ, ഈ തരൂ. ഈ കുഴല് വെച്ച് ഞാൻ ഇതാ അടയ്ക്കാൻ കെട്ടുപോകില്ല, ഒന്നും അണയുകയില്ല. നോക്കിക്കോളൂ. കാലി കൽക്കത്ത വാലി, ബനാറസ് വാലി, ദില്ലി വാലി, സബ്ജരി ബർജരി, ഖബർദാർ ഖബർദാർ ഖബർദാർ. നമ്മൾ മാനേജറായതിന്റെ ഫായ്ദ ഉണ്ട്. പ്രിയമുള്ളവരെ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പറവകൾ ആകാശത്തിലാണ് കഴിയേണ്ടത്. അടുത്ത ഐറ്റം വാനിഷിംഗ് ദ പീജിയൻ. കൂടെടുക്കൂ. ജി ഗുരു. പ്രാവിന്റെ കൂടെടുക്കൂ. നോക്കിക്കോളൂ. ഇത് കാര്യമാണ്. ഞാനൊരു ഐറ്റം കാണിക്കാൻ പോവുകയാണ്. ബോബി, ആ പ്രാവിനെ ഇനി കൊണ്ടുവരൂ. ഈ പ്രാവിനെ ഞാൻ ഈ കൂട്ടിനകത്താക്കാൻ പോവുകയാണ്. ബോബി റെഡി? പതുക്കെ പ്രാവിനെ കൂട്ടിനകത്തേക്ക് കയറ്റിക്കോളൂ. പതുക്കെ പതുക്കെ, അതിനെ വേദനിപ്പിക്കാതെ. അതെ, അങ്ങനെ. റെഡി? കദദാൻ, മെഹർബാൻ, ജബർവാലി, മഗർവാലി, സവാൻ, അതാണ് ബന്ധത്തിന്റെ ശക്തി. ഈ ഒരു ഐറ്റം നമുക്ക് ഗൾഫിൽ ഇറക്കിയാൽ എങ്ങനെ? സാറോ മുങ്ങി നടന്നാ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോടാ? സാർ, അത് ചരക്കെത്തിക്കാമെന്ന് പറഞ്ഞ കാശ് വാങ്ങിയിട്ട് എത്ര നാളായടാ? ഇടുക്കിന്ന് വരവില്ല സാർ. കിട്ടിയ ഉടനെ സാധനം ഞാൻ എത്തിച്ചോളാം. അത് മാത്രമാണോ നീ ഏറ്റ്? ചെമ്മീൻ കമ്പനിയിലേക്ക് പിള്ളേരെ തരാന്ന് നീ പറഞ്ഞില്ലേ? ഗോവയിലേക്കെന്ന് പറഞ്ഞ ഒറ്റ വീട്ടിൽ നിന്ന് പെൺപിള്ളേരെ അയക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം സാർ? പിന്നെ എന്തിനാടാ ചെറ്റ അന്ന് ആ സേട്ടൂന് വാക്ക് കൊടുത്ത്? ഇപ്പൊ എനിക്ക് അയാളെ മുഖത്ത് നോക്കാൻ പറ്റാതെ. സാർ, എനിക്ക് കുറച്ച് ദിവസം കൂടെ സമയം തരണം. ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോളാം സാർ. അയച്ചാ നിനക്ക് നല്ലത്. എന്നെ ശരിക്കും അറിയാലോ. ആ ചെക്കനെ എന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവനൊരു കള്ളനാണെന്ന്. ആ തെണ്ടി ചെറുക്കനോർത്ത് ഈ എന്തിനാ മാധവൻ കൂട്ടി ഇങ്ങനെ വിഷമിക്കലേ? ഓനോന്റെ പാട്ടിന് പോട്ടെ. അവൻ അങ്ങനത്തെ ഒരുത്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാധവന്റെ നല്ല മനസ്സ് കാരണം തോന്നണതാ. അതെ, അല്ലെങ്കിൽ പിന്നെ ആരാന്ന് പോലും നോക്കാതെ ഇത്രയും നാളും കൂടെ നിർത്തി ചെലവിനൊടുത്ത ആളിനോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോവോ? പല പല കള്ളന്മാരും ഇപ്പൊ അങ്ങനെയാണ്. അതും ഇതും പറഞ്ഞ് അടുത്ത് കൊടുക്കും. അവസാനം എല്ലാം അടിച്ചും കൊണ്ട് ആരോടും പറയാൻ സ്ഥലം വിടും. അടിച്ചോണ്ട് പോകാൻ അവന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അതിപ്പോ അവിടുന്ന് വേണ്ടല്ലോ, ഉള്ള പരിധി വെച്ച് മറ്റുള്ള വീട്ടിൽ നിന്ന് മോഷിച്ചാൽ മതിയല്ലോ. ഇക്കാന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എന്തെല്ലാം സാധനങ്ങളുണ്ട്. വാച്ച്, കുഴൽപ്പണം, സ്വർണം, റേഡിയോ. ഈ ചെറുക്കൻ നേരെ അങ്ങോട്ട് പോയി അത് അടിച്ചു നിങ്ങളെ ഞാനൊന്ന് പുറേ പോയി തരാം. മാധവൻകുട്ടി മോനെ ഒന്നും തോന്നല്ലേ? മാധവൻകുട്ടി, ആളെ മനസ്സിലാക്കാതെ കാണുന്നവരൊക്കെ കയറി സ്നേഹിക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും നിർത്ത്. ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയാൽ ഈ കാരണം പറഞ്ഞ് അവര് നിന്നെ പിടിക്കൂ.